ഒന്നല്ല 4 തിരോധാനങ്ങളിൽ തുമ്പുതേടുകയാണ് പോലീസ് അവിടെ ഉള്ളത്. ഏറ്റവും പ്രധാനം ഇതിൽ തന്നെയാണ് DNA പരിശോധനാ ഫലത്തിൽ ഇവിടെ കണ്ടെത്തുന്ന അസ്ഥികൾ ഈ 4 തിരോധാനങ്ങൾ ജയനമ്മയുടേതാവണമെന്നില്ല. 4 തിരോധാനങ്ങൾ ഏതെങ്കിലും ഒന്ന് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ പോലീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം അതിൽ കിട്ടാൻ കഴിയുകയുള്ളൂ. ഇയാൾ ഒരു പഠിച്ച കള്ളനാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്ത ക്രൈം ചെയ്ത് നിൽക്കാൻ അറിയാവുന്ന ഒരു ക്രിമിനലാണ് എന്ന് പോലീസ് സംശയിക്കുന്നുമുണ്ട്. പ്രിയപ്പെട്ട പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത ഇയാളുടെ വീട്ടിനകത്തെ ബാത്റൂമിൽ നിന്നും രക്തക്കറ കണ്ടെത്തി എന്നുള്ളതാണ്. ഫോറൻസിക് സംഘം അവിടെ പരിശോധന നടത്തുകയുമാണ്. വർഷങ്ങൾ പഴക്കമുള്ള അസ്ഥി ഭാഗങ്ങളാണ് രാവിലെ മുതൽ നടത്തിയ പരിശോധനയിൽ വീടിന്റെ പരിസരത്തു നിന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാൽ രാത്രിയിൽ ഇപ്പോൾ വീടിനകം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ബാത്റൂമിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയ വിവരം പുറത്തു വരുന്നത്. ഈ രക്തക്കറ കണ്ടെത്തിയ ഭാഗത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നുണ്ട്. വൈകിട്ട് മുതൽ അന്വേഷണ സംഘം വീടിനകത്തെ ഗ്രാനൈറ്റ് പൊളിച്ചുള്ള പരിശോധനയിലേക്ക് കടന്നിരുന്നു. ഈ ഗ്രാനൈറ്റ് പൊളിച്ചു മാറ്റി ഈ ഭാഗത്ത് വലിയ ആഴത്തിൽ കുഴിയെടുത്ത് മണ്ണ് മാറ്റിയുള്ള പരിശോധനയായിരുന്നു അന്വേഷണ സംഘം വൈകിട്ട് കടന്നത്. വീണ്ടും ഇതിനുശേഷം ഈ ഭാഗത്ത് കൃത്യമായി വെട്ടം എത്തിച്ചതിന് ശേഷം രാത്രിയിലും ഈ പരിശോധന തുടരുകയാണ്. ഇതിനിടെയാണ് ബാത്റൂമിൽ നടത്തിയ പരിശോധനയിൽ രക്തക്കറ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ടൈലുകൾക്കിടയിൽ നിന്നാണ് ഈ രക്തക്കറ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഈ ഭാഗത്ത് ഫോറൻസിക് സംഘം വിശദമായി പരിശോധന നടത്തുന്നുണ്ട്. ഇതിന്റെ സാമ്പിളുകളും ശേഖരിക്കുന്നുണ്ട്.